പ്രാർത്ഥിക്കുന്നു. കുരിശിന്റെ വഴി പ്രാർത്ഥന. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശ് വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ടായിരിങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം ഈശോമിശിഹ മരണത്തിൽ വിധിക്കപ്പെടുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദേശത്തില് നമുക്ക് ഈ ഈശോയുടെ പരിശുദ്ധമായ ജീവിതവും ജനനവും ജീവിതവും മുഴുവനും ഈ ലോകത്തിലെ ഓരോ മക്കളുടെയും അനുഗ്രഹ ജീവിതങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ സഹനങ്ങൾ ഏറ്റെടുത്തത്. പരിശുദ്ധനാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും താൻ ദൈവപുത്രനാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ലോകത്തിന്റെ മുമ്പിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സ്വന്തം ആത്മാവിന്റെ പരിശുദ്ധിയും ദൈവിക മഹത്വവും ദൈവത്വവും സ്വർഗത്തിൽ നിന്നും ഈശോ വന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോ പിലാത്തോസിന്റെ മുമ്പിൽ മൗനം അവലംബിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മൾ ഓരോ ചെറിയ തെറ്റുകൾ പോലും അതിന്റെ പരിണിത ഫലങ്ങളും പാപകടങ്ങളുടെ മേഖലകളുടെ മുമ്പില് നമ്മൾ ചിലപ്പോ അറിയാതെ അജ്ഞതയിലൊക്കെ നമുക്ക് വന്നു പോയിട്ടുള്ള പാപ പരിഹാരങ്ങളായിരിക്കാം സഹനങ്ങളുടെ ജീവിത ഈശോയുടെ പരിശുദ്ധമായ കരുണയിലേക്ക് നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഓരോ നിമിഷവും ഈ ലോകം നമ്മളെ മാരകമായ മുറിവുകളോടുകൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ഈ ഉച്ച മുതലുള്ള കാലം വരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ മുറിവുകളോടും ചേർത്ത് വെച്ച് ദൈവമേ, അറിവില്ലാതെയും അറിഞ്ഞുകൊണ്ടും ഞങ്ങളുടെ പാപകടങ്ങളുടെ മേലെ ഞങ്ങൾ ചെയ്ത് മാറേണ്ട പരിഹരിക്കപ്പെടേണ്ട മേഖലകളെ സമയം ഈശോയുടെ ഈ മൗനത്തോടുകൂടെ ഈ സഹനങ്ങളുടെ മൗനങ്ങളോടുകൂടെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി പൗലോസ്. ഒന്നാം സ്ഥലം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ മരണത്തിൽ വിധിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. പീലാത്തോസിന്റെ മുമ്പിൽ ഈശോ പീലാത്തോസിന്റെ മുന്നിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ രണ്ടാം സ്ഥലത്ത് വെച്ച് ഈശോ കുരിശുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയം ആകൃതയെ നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവകരങ്ങളില് നമ്മുടെ ജീവിത മേഖലകളുടെ ഓരോ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മുടെ ജീവിത മേഖലകളിലേക്ക് കൊണ്ടുവരുവാനായിട്ടും ഈശോയുടെ പരിശുദ്ധമായ കരുണ നമ്മുടെ ചുമലില് പലപ്പോഴും വഹിക്കേണ്ടി വരാനായിട്ട് ഇടയാകുന്ന ചില സഹനങ്ങള്, നിന്ദനങ്ങൾ, അപമാനങ്ങള്, നമ്മൾക്ക് നന്മ ചെയ്യാൻ സാധിച്ചിട്ടും നമ്മളോട് തിന്മയായിട്ടും മാനസികവും ശാരീരികവുമായ പലവിധ സഹനങ്ങളും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഈശോ പരിശുദ്ധനായിരുന്നു, ദൈവമായിരുന്നു. എന്നിട്ടും ഈശോയെ ഈ ഭൂമിയില് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഈശോ എല്ലാം അധ്വാനിച്ചിട്ടും ഈശോയ്ക്ക് പ്രതിഫലമായി കൊടുത്തത് കടങ്ങളുടെ ഭാരമുള്ള വലിയ കുരിശും നിന്ദനവും അപമാനങ്ങളുമായിരുന്നു. ഈ മേഖലകളെ ഈശോയുടെ കരുണയിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ ഞങ്ങളുടെ ഈ ദുഷ്ടമായ ജീവിതങ്ങളില് ഞങ്ങള് ഒരു ചെറിയ വിശ്വാസത്തിൽ കൂടി കടന്നു വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് കുരിശുകളെ വഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ലാതെ തളർന്നു പോകുമ്പോൾ പരിശുദ്ധനായ അങ്ങയോട് കൂടെ ആ കുരിശ് വഹിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗ്രേസ്. ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ നിന്ന് വീണ്ടെടുത്തു. ഭാരമേറി കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു, പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു, മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലത്ത് വെച്ച് ഈശോ 1 പ്രാവശ്യം വീഴുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ പരിശുദ്ധമായ വേദനയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അനേകം ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ നിസ്സഹായതയുടെ സഹനങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ പാപകടങ്ങളെയും ഈശോയുടെ കുരിശിന്റെ വേദനയുടെ യോഗ്യതയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിഹരിക്കപ്പെടാത്ത ഇനിയുമുള്ള മേഖലകളെ, നമ്മുടെ വ്യക്തിപരമായതും നമ്മുടെ സമൂഹവും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളതുമായ എല്ലാ മേഖലകളെയും ദൈവകരുണയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ പരിശുദ്ധമായ കൃപയിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തില് ഒരുപാട് മക്കള് വിശ്വാസ തകർച്ചകൾ കൂടി കടന്നു പോകുന്നുണ്ട്. ആ മേഖലകളില് ഈശോയുടെ പരിശുദ്ധമായ ശരീരം, ഈശോയുടെ തോളില് അനുഭവിച്ച കുരിശിന്റെ ഭാരം, യഥാർത്ഥത്തിൽ കുരിശിന്റെ ഭാരം ത്തേക്കാൾ കൂടുതലായിരുന്നു ഈ ലോകത്തിലുള്ള എല്ലാ മക്കളുടെയും കടങ്ങള്
നമുക്ക് വീട്ടപ്പെടുവാനായിട്ട് ആയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ പരിശുദ്ധ ജീവിതമൊന്നും അല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ജീവിതത്തിന് മാത്രമേ പാപങ്ങളുടെ മേല് അധികാരത്തോടുകൂടി ആ കടങ്ങൾ വീട്ടപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അത് ഈശോ ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ച ഓരോ സെക്കൻഡും അനുഭവിച്ച നിന്ദനങ്ങൾ മുതൽ അപമാനങ്ങൾ മുതൽ ഈശോയുടെ ജനനം മുതലൊക്കെ അനുഭവിച്ചിട്ടുള്ള എല്ലാ സഹനങ്ങളുടെയും അനുഗ്രഹ ഫലമാണ് നമുക്കിന്ന് ഈ ചെറിയൊരു വിശ്വാസത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. ഇന്നും ഈ ഒരു ഈശോയുടെ ഈ വേദനയോട് ഐക്യപ്പെടാത്ത കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ ആയിരിക്കുന്ന അല്പം വിശ്വാസത്തോടുകൂടെ ദുർബലമായ ജീവിതയാത്രയോടുകൂടെ പോകുമ്പോഴും ഈശോയുടെ കുരിശോട് ചേർന്ന് സഞ്ചരിക്കുവാൻ ദൈവം നൽകുന്ന അവസരങ്ങളെയും സാഹചര്യങ്ങളെയും സഹനങ്ങളെയും എല്ലാം ചേർത്ത് വെച്ച് അമ്മേ മാതാവേ, കുരിശോടുകൂടെ സഞ്ചരിക്കുമ്പോൾ ഈശോ അരകമായ ഹൃദയഭാരത്തോടുകൂടി വീണ് ഈശോയുടെ ഹൃദയത്തിലും ശരീരത്തിലും അനുഭവിച്ച ഓരോ സങ്കടങ്ങളോടും വേദനകളോടും ചേർത്ത് വെച്ച് കാലഘട്ടത്തിലെ ദൈവത്തെ നിഷേധിച്ചും അപമാനിച്ചും ദൈവസ്നേഹത്തിന് അകന്നും ഒക്കെ ജീവിക്കുന്ന, വിശ്വാസത്തെ നിഷേധിച്ചൊക്കെ ജീവിക്കുന്ന എല്ലാ മക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൽസി. മൂന്നാം സ്ഥലം. ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണിയൊരുക്കി. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവെ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടി ഞാൻ നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവെ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെയും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 4-ാം സ്ഥലത്ത് വെച്ച് പരിശുദ്ധമ്മയെ കാണുക എന്ന് പറയുന്ന സമയം വലിയ വേദനയോടുകൂടെയാണ് ഈശോ പരിശുദ്ധ അമ്മയുടെ മുമ്പിലായിരിക്കുന്നത്. ശരീരം മുഴുവനും മുറിവുകളോടുകൂടെ ഈശോയെ കാണുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധി മുഴുവനും നിറഞ്ഞ ഈശോയുടെ, ദൈവം തന്നെയായ ഈശോയുടെ ആരാധ്യമായ ആ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു ദാസിയെ പോലെ ജീവിച്ച് തന്റെ പുത്രനെ വളർത്തുമ്പോഴും ഓരോ സെക്കൻഡും മറഞ്ഞിരുന്ന് പരിശുദ്ധ അമ്മ ഈശോയെ ആരാധിക്കുന്നുണ്ടായിരുന്നു. ആ ഈശോയാണ് വഴിവക്കില് ഏറ്റവും നീചമായ അവസ്ഥയില് വഴിയോരങ്ങളിലിട്ട് നീചമായവരുടെ കരങ്ങളില് മുറിവുകളോടുകൂടെയും അപമാനിക്കപ്പെട്ടും സങ്കല്പിക്കാൻ പറ്റാത്ത വിധം മുറിവുകളോടുകൂടെ മനുഷ്യന്റെ രൂപം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധ അമ്മ തന്റെ പുത്രനെ കാണുന്ന അവസരം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന്റെ മുമ്പിൽ അമ്മ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് ഈ സ്വർഗത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. ഈ ഭൂമിയില് നശിഞ്ഞു പോകുന്ന മക്കൾക്ക് വേണ്ടിയാണ്. തന്റെ മകനെ അത്രമാത്രം സ്നേഹിച്ചും ആരാധിച്ച് വളർത്തിയിട്ടും ലോകത്തിന്റെ മക്കളെ രക്ഷിക്കുവാൻ, പിച്ചു ചീന്തപ്പെടുവാൻ തന്റെ പുത്രനെ വിട്ടുകൊടുക്കണമെങ്കിൽ അമ്മയുടെ ഹൃദയം മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ അളവറ്റ കരുണയും സ്നേഹവും വാത്സല്യവും നിറഞ്ഞതായിരുന്നു. തിരിച്ചറിയാത്ത ജീവിതങ്ങളുടെ മുമ്പിൽ അമ്മ അവഹേളിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. അമ്മയ്ക്കെതിരെ വിവാദങ്ങളും ഉപവാദങ്ങളും ഒക്കെ അഴിച്ചുവിടുന്നു. അമ്മയ്ക്കെതിരെ പ്രവചിക്കുന്നു. അമ്മയ്ക്കെതിരെ പ്രവചനങ്ങളും പ്രതിബന്ധമായ അമ്മയെ എതിർക്കുന്ന സുവിശേഷങ്ങളും ഒക്കെ
പ്രചരിപ്പിക്കുന്ന മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലിസി. 4-ാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധ ശിമയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, കർത്താവിന്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലത്ത് വെച്ച് ശിമയോൻ ഈശോയെ സഹായിക്കുകയാണ്. കേവലം ഒരു സാധാരണ ഒരു മനുഷ്യൻ ദൈവത്തെ സഹായിക്കുവാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഒരു അടയാളമാണ്. കേവലം ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ, അന്ന് വരെ ഈശോയെ കണ്ടുമുട്ടാത്തൊരു മനുഷ്യൻ, നമുക്കറിയാം, സ്നേഹിതരെ നമ്മൾ സഹായിക്കുമ്പോൾ നമുക്ക് അവരോടുള്ള ആ സ്വാധീനം നിമിത്തവും സ്നേഹനിമിത്തവും ഒക്കെയാണ്. പക്ഷെ ഇവിടെ ശിമയോൻ യേശുവുമായിട്ട് യാതൊരു സ്വാധീനവുമില്ല, സ്നേഹവുമില്ല. അങ്ങനെ ഒരു വ്യക്തിയെ സഹായിക്കാൻ അങ്ങനെ ഒരു തുറവി ഉണ്ടാവുക എന്നൊരു സാധാരണ മനുഷ്യൻ ആദ്യം ശിമയോൻ ഈശോയെ കാണുമ്പോൾ ഭയത്തോടു കൂടെയാണ് നോക്കുക. അത്രമാത്രം മുറിവുകളാലും രക്തങ്ങളാലും ഭീകരരുടെ ആക്രമണങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞാടിന്റെ രക്തത്തോട് ചേർന്നുള്ള ഒരവസ്ഥ വ്യക്തമായി ശിമയോൻ കാണുന്നുണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് കൂടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. കാരണം ആ കാഴ്ച കാണാനായിട്ടുള്ള ശക്തിയില്ലാത്ത വിധത്തില് ഉള്ള ഒരു അനുഭവമായിരുന്നു ശിമയോൻ ഉണ്ടായിരുന്നത്. പക്ഷെ ദൈവം ആ മകനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഒന്നും അറിയാത്ത അജ്ഞതയിലും അന്ധതയിലൊക്കെ ജീവിക്കുന്നവരെയൊക്കെ ദൈവം ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന, ആ ഈശോയുടെ സ്നേഹത്തോട് ഐക്യപ്പെടുവാൻ കിട്ടുന്ന ചില ഒരു നിർവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടി മനുഷ്യൻ കടന്നു പോകാറുണ്ട്. ചില കണ്ടുമുട്ടലുകൾ, ചില സഹനങ്ങൾ, ചില രോഗങ്ങള്, ചില അപമാനങ്ങൾ, അവഗണനകള്, നിന്ദിക്കപ്പെടുന്ന അവസ്ഥകളിൽ, ഒറ്റപ്പെടുന്ന അവസ്ഥകളിലൊക്കെ മറ്റൊരു ശിമയോനായി മാറാൻ ദൈവം ഒരു അവസരമാണ്. ശിമയോൻ ഈശോയെ താങ്ങുവാൻ അവസരം ശാരീരികമായും സമയത്തിന്റെ തികവിലൊക്കെ കിട്ടിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് സാധിക്കില്ല. പക്ഷെ നമ്മളെ കടന്നു പോകുന്ന സഹനങ്ങളിൽ കൂടി ഈശോയുടെ കുരിശിനെ ഒന്ന് കൈപിടിച്ച് താങ്ങുവാൻ, അതുവഴി ഇപ്പൊ നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികള് ദൈവത്തിന്റെ മുമ്പിൽ മുറിവിളി കൂട്ടുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആത്മാവ് നമ്മളെ ദ്രോഹിക്കുകയാണ്. ഒരു സൈഡിൽ നമ്മളെ ദ്രോഹിക്കുകയായിരിക്കും, മനഃപൂർവ്വം നമ്മളെ വേദനിപ്പിക്കുകയായിരിക്കും. പക്ഷെ ആത്മാവ്, ആ വ്യക്തിയുടെ ആത്മാവ് പറയുകയാണ്, എന്നെ ഒന്ന് സഹായിക്കും, എന്നെ ഈ ദുരിതത്തിൽ നിന്ന്, ഈ ദുഷ്ടതയിൽ നിന്ന് എന്നെ മോചിപ്പിക്കും. പല ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന മക്കൾക്കും അതിൽ നിന്നും മോചനം ലഭിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ആരും മോചിപ്പിക്കാനില്ല, അവരെ മാനസികമായി ഒന്ന് മനസ്സിലാക്കാനില്ല, സ്നേഹിക്കാൻ ആരുമില്ല. ഈ ഒരു വസ്തു ഉപയോഗിക്കുന്നതുകൊണ്ട് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. കാരണം, ഇതിന്റെ മൂലകാരണം അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ആദ്യത്തെ കാരണം എന്താണെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. ആദ്യത്തെ പ്രശ്നം എന്തായിരുന്നു, ആ ഫേസ് ചെയ്ത ആ ദുരിതം എന്തായിരുന്നു, ആ സമയത്തിന്റെ സാഹചര്യത്തിന്റെ ബലഹീനതയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആരും അന്വേഷിക്കാറില്ല. അവൻ അത് ഉപയോഗിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവൻ സമൂഹത്തിലൊരു തലവേദനയും ദുരന്തവും
കൂടുതൽ വരുത്തി വെക്കുമ്പോഴായിരിക്കാം ചിലപ്പോ ആ വ്യക്തിയെ കാണാനും അറിയാനും വൈറലാകാനൊക്കെ ഇടയാകുന്നത്. അപ്പോ ആ ആത്മാവ് അത്രയും വൈറലാകുന്നതിന്റെ മറ്റൊരു വശം ദൈവത്തിന്റെ കരുണയാണ്. അവിടെ ആ വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും 10 പേര് അവനെ ക്രൂശിക്കുമ്പോൾ ഒരു വ്യക്തിയെങ്കിലും ആ വ്യക്തിയെ സഹായിക്കുവാനുള്ള ഒരു ഹൃദയം ദൈവം ഒരുക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ചുറ്റും കാണുന്ന നികൃഷ്ടതയ്ക്കും നിന്ദനത്തിനും വലിയ അപകടകരമായ കഠിന പാപങ്ങൾക്കും കാരണത്തിന്റെ ഒരു മൂലകാരണമുണ്ട്. ആ മേഖലകളെല്ലാം ഈശോയുടെ ഈ കുരിശോട് ചേർന്ന് സഞ്ചരിക്കുവാൻ ഈ ശിമയോന് കിട്ടിയ മഹാഭാഗ്യത്തിന്റെ ഒരു കൃപ ദൈവമേ ആ നികൃഷ്ടതയിൽ കൂടി കഠിന ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കൾക്കും ഈ ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്ന ഓരോ മക്കളേക്ക് വേണ്ടിയും ഈശോയുടെ കരുണയുടെ, ക്ഷമയുടെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ ഒക്കെ ഒരു ചെറിയ ഏറ്റവും കടുകുമണിയോളമുള്ള ആ ഒരു അവസ്ഥയുടെ ആ ഒരു സ്നേഹം ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ആന്തരികതയിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനൊരു ശിമയോനാണ്. ഈശോയെ താങ്ങുന്ന ആ കുരിശിനെ താങ്ങുന്ന ഈശോയെ താങ്ങാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഈശോ ആഗ്രഹിച്ച സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഈശോയുടെ കുരിശിനെയും കൂടിയാണ് ഞാനും നിങ്ങളൊക്കെ താങ്ങുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ 5-ാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കെവറിൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. അവിടത്തെ കുരിശു ചുമക്കുവാൻ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 6-ാം സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ ആ മുറിവുകളോട് സ്നേഹത്തോടെ ഐക്യപ്പെട്ട ഒരു സ്ത്രീയാണ്. വെറും ഒരു നിസ്സാരയായ ഒന്നിനും കഴിയാത്ത ഒരു സ്ത്രീക്ക് ദൈവത്തെ സ്വാധീനിക്കുവാനും സാധിക്കും. മനുഷ്യനൊരു ബലഹീന പാത്രമാണെങ്കിലും അതിവിശിഷ്ടമായ അനുഗ്രഹ കൃപയും ആ വ്യക്തിയില് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ സകല സഹനങ്ങളും ഒപ്പിയെടുത്ത് ആ സഹനങ്ങളോട് ഐക്യപ്പെടുവാനും അതിനോട് അനുകമ്പയോടുകൂടെ കരുണയോടുകൂടെ കരുതുന്ന സ്നേഹമായി കൂടെ നടക്കുവാനും ഒരു സ്ത്രീയുടെ ഉള്ളില് ദൈവം നിക്ഷേപിച്ച ആ ഒരു സ്നേഹം എല്ലാവരും അത് സൂക്ഷിക്കുന്നില്ലെങ്കിലും എല്ലാവർക്കും അത് നിലനിർത്തുവാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവകൃപയോടും ദൈവത്തിന്റെ സ്നേഹത്തോടും ഐക്യപ്പെടുന്ന ഓരോ വ്യക്തിയിലും നമുക്കറിയാം ഒത്തിരി വിശുദ്ധര സ്ത്രീകളാണ്. ഒത്തിരി വിശുദ്ധരിന്ന് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. ഏറ്റവും കൂടുതൽ ദേവാലയങ്ങളിലേക്ക് ഓടി അടുക്കുന്നതും സ്ത്രീകളാണ്. ഒരു മിഷൻ മേഖലകളിലൊക്കെ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുവാനും സ്ത്രീകൾക്ക് കൂടുതൽ പ്രത്യേകമായി കൃപദൈവം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല
സ്ത്രീകളിൽ കൂടി ദൈവം ഇന്നുവരെ കൈകാര്യം ചെയ്തിട്ടുള്ള പുണ്യങ്ങളും പ്രവർത്തനങ്ങളും ദൈവിക ഇടപെടലുകളും ഒക്കെ ഒട്ടും കുറവല്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് എനിക്കൊന്നിനും കഴിവില്ല എന്ന് വിചാരിച്ച് സ്വയം ശൂന്യമായി മാറി നിൽക്കുന്ന അവസ്ഥ, അല്ല സ്വയം ഉള്ളിലേക്ക് വലിയുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ ഏറ്റവും ഭയാനകമായ ഹൃദയ കഠിനതയുടെ മുമ്പില് അവരുടെ കരങ്ങളിലിരിക്കുന്ന ആയുധങ്ങളും അവരുടെ രൂപഭാവവും ഒക്കെ കണ്ടാൽ തന്നെ അങ്ങോട്ട് അടുക്കാനേ പോലും പറ്റാത്ത വിധത്തിലുള്ള ഭീകരത നിലനിൽക്കുമ്പോൾ തന്നെ ഈശോയോടുള്ള സ്നേഹം എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ഈശോയെ സഹായിക്കാനായി. യഥാർത്ഥത്തിൽ അവർക്കറിയാം ഈശോയുടെ അരിയത്തേക്ക് ചെല്ലാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം 150 പടയാളികളാണ് ഈശോയെ അനുധാവനം ചെയ്തത്, 1-2 പേരല്ല. അപ്പൊ അത്രയും പടയാളികളുടെ ഇടയിലേക്ക് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, ഒന്നിനും കഴിയാത്ത സ്ത്രീ എങ്ങനെയാണ് കടന്നു ചെല്ലുന്നത്? അവളെ ഒരു നിസ്സാരമായ ഒരു അടി കൊണ്ടടിച്ചിട്ട് കൊന്നുകളയാൻ പോലും സാധിക്കുന്ന അവസരങ്ങളിൽ അവൾ അവളുടെ ജീവനെ പോലും മറന്നുകൊണ്ടാണ് അവൾ ഈശോയെ ആശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നത്. നമുക്ക് നമ്മളോടുള്ള ആ ജീവിതം, ദൈവത്തോടുള്ള സ്നേഹമൊക്കെ എങ്ങനെയായിരുന്നു? പ്രതിബന്ധങ്ങളെ തുളച്ചു കയറുന്നത് ഈ ലോകത്തില് ശുദ്ധവും നിർമ്മലവുമായ സ്നേഹത്തിന് മാത്രമേ സാധിക്കൂ. ഈ ലോകത്തില് ഏതെല്ലാം പ്രതിബന്ധങ്ങളെ തുളച്ചു കയറുവാൻ സാധിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഹൃദയത്തില് ദൈവവുമായ ഒരു നിർമ്മല സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ ഒരു തിരിച്ചറിവോടുകൂടെ നമ്മുടെ ജീവിതങ്ങളിലും ദൈവമേ ആ കൃപയുടെ ഒരു അംശം മരണം വരെ ലഭിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി മറ്റൊരു വെറോനിക്കയുടെ അനുഗ്രഹ ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നേരിപ്പോഴും 6-ാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്ക് ആരാധിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ അങ്ങ് രക്ഷിച്ചു. ഭക്തയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവം തന്റെ തുവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കായെ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയുടെ രണ്ടാമത്തെ വീഴ്ചയാണ്. നമുക്ക് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവൻ എത്രമാത്രം സുരക്ഷിതമാണ്. എങ്കിലും ഞങ്ങൾക്ക് അങ്ങയെ സ്നേഹിക്കുവാനോ ഞങ്ങൾക്ക് അങ്ങയോട് കൂടെ ആയിരിക്കുവാനോ സാധിക്കാതെ കടന്നുപോയ ആ സമയങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ കൃപ ഞങ്ങളെ നിഷേധിക്കുമ്പോൾ, അത്രമാത്രം അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമ്പോഴും സത്യത്തിന്റെ ആത്മാവിനോട് സഹകരിക്കാതെ നന്ദിയില്ലാതെ ജീവിതം ജീവിക്കുമ്പോൾ കടന്നു പോകുന്ന അനുഗ്രഹങ്ങളുടെ നിമിഷങ്ങളുടെ മുമ്പിൽ ദൈവത്തെ തിരിഞ്ഞു നോക്കാതെ കടന്നുപോയ ഓരോ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് ഇത്ര അനുഗ്രഹിക്കാൻ ദൈവം നമ്മൾ നന്ദിയില്ലാത്തവരായി ജീവിച്ചാലും ദൈവം ആഗ്രഹിക്കുന്ന നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവം
നമ്മളോട് ഒരു മത്സര്യമോ ഒരു അലംഭാവമോ അല്ലെങ്കിൽ നന്ദി പറഞ്ഞില്ലല്ലോ എന്നോർത്ത് നമ്മളോട് ആ ഒരു ചിന്തയോടുകൂടെ നമ്മളോട് പ്രവർത്തിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ആ റെസ്പോൺസ് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്കൊരു സഹായം ഒരാൾ ചെയ്തിട്ട് നമ്മൾ ആ വ്യക്തിയോട് ഒരു സ്നേഹമോ ഒരു പ്രത്യുത്തരമോ ഇല്ലാതെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസികമായ ഒരു അവസ്ഥ അത്രയും ബുദ്ധിമുട്ടാതെ ഒരു നന്മയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കഷ്ടതയോ എവിടെന്നെങ്കിലുമൊക്കെ അപമാനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു സഹായം ചെയ്തു കൊടുത്തിരിക്കുന്നത്. പക്ഷെ ചെയ്തു കൊടുത്ത വ്യക്തി, അത് സ്വീകരിക്കുന്ന വ്യക്തി തീർച്ചയായും അതനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും അത്രയും കഷ്ടപ്പെട്ട അധ്വാനങ്ങളുടെ മുമ്പില് ഒരു നെടുവീർപ്പോടു കൂടെ ആ വ്യക്തി ദൈവകരങ്ങളിലേക്ക് ആ നെടുവീർപ്പ് കൊടുക്കും. പക്ഷെ അതാണ് നന്ദികേടിന് കൊടുക്കുന്ന അവസ്ഥ. ആ നെടുവീർപ്പും അത് പ്രാർത്ഥനയാക്കി ദൈവം കാണും. അങ്ങനെയാണെങ്കിൽ ഈശോ നമ്മളെ പ്രതി എത്രമാത്രം വേദനയോടുകൂടെയാണ് ഓരോ ദിവസവും നെടുവീർപ്പിടുന്നത്. കാരണം നന്ദിയില്ലാത്ത മനുഷ്യരുടെ മുമ്പില് ദൈവം ഓരോ പ്രഭാതവും ദൈവം സ്നേഹത്തോടു കൂടെയാണ് തരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഓരോ പ്രായം, അനുഗ്രഹം, സമയം, കിട്ടിയ ഓരോ സ്വാധീനങ്ങൾ, അനുഗ്രഹങ്ങളുടെ സമയങ്ങള്, കാലങ്ങള്, സാഹചര്യങ്ങള്, അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം എത്രമാത്രം ദൈവം നെടുവീർപ്പിടുന്നുണ്ട്. നന്ദിയില്ലാത്ത മക്കൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് ഓർക്കുവാനുള്ള അവസ്ഥ ദൈവത്തിന് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സ്നേഹത്തിന്റെ വിശ്വസ്തതയാണ്. പക്ഷേ നമ്മൾ നന്ദിയില്ലാതെ കടന്നുപോയ ഓരോ നിമിഷവും അതിന് പരിഹരിക്കപ്പെടേണ്ട മേഖലകളില് ഈശോയുടെ ഈ മാരകമായ ഹൃദയഭാരത്തോടും ഈശോ അനുഭവിച്ച സഹനങ്ങളോട് ചേർത്ത് വെച്ച് കരുണയായിരിക്കണമേ, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹാ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലത്ത് വെച്ച് ജെറുസലേം പുത്രികള് ഈശോയെ കാണുമ്പോൾ ഈശോയിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അവർ ബോധപൂർവം ഓർത്തുകൊണ്ട് ദൈവകരങ്ങളുടെ ആ ശരീരത്തിന്റെയും ആത്മാവിലും അനുഭവിച്ചിട്ടുള്ള വേദന, നമ്മളെ സഹായിച്ചൊരു വ്യക്തി മാരകമായ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു രോഗമോ പിടിപെടുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കരമായ ഒരു വേദനയായിരിക്കും. പലപ്പോഴും ആ വ്യക്തിയെ കുറിച്ച് നമ്മുടെ കണ്ണില് ആത്മാർത്ഥമായ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ, ആ വ്യക്തിയിൽ കൂടി എനിക്ക് ചിലപ്പോ ഒരു സെക്കൻഡിന്റെ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയങ്ങളുടെ ഒരു സ്വാധീനമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ച് കടന്നുപോയവരാണെങ്കിൽ പോലും അവിടെ ഒരു ദൈവിക ഇടപെടലുകൾ ഉണ്ടാവും, ചില സ്വാധീനങ്ങൾ ഉണ്ടാവും. ഇവിടെ എല്ലാം ഒരു ആത്മാർത്ഥതയുടെ ഒരു ചലനം
ദൈവം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ചിലപ്പോ കണ്ടുമുട്ടാൻ ദൈവകരങ്ങളിലേക്ക് എനിക്ക് എത്തപ്പെടുവാൻ ഒരു വഴിയായി കടന്നുപോയത്. അവര് ആ കാലങ്ങളിലൊക്കെ റോമൻ സാമ്രാജ്യത്തിന്റെ ഭീകരവും കിരാതവുമായ ഭരണത്തിന്റെ ഇടയിൽ സ്ത്രീകളും കുട്ടികളും കുടുംബങ്ങളും ഒക്കെ വളരെ ദയനീയ അവസ്ഥയിലാണ് കടന്നുപോയത്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിന്റെ ഇടയിലാണ് ഈശോയുടെ സ്നേഹ സാന്നിധ്യവും കരുണയും അവരനുഭവിച്ചത്. അവര് സ്വന്തം മനുഷ്യത്വത്തെ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ അവര് മനുഷ്യരാണ്. ഒരു ദൈവത്തിന്റെ ഇടപെടലുകൾ വഴിയാണ് അവര് യഥാർത്ഥത്തില് ഒരു സ്നേഹത്തിന്റെ അനുഗ്രഹവും അനുഭവവും ഒക്കെ കിട്ടിയത്. അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയപ്പോ അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഹൃദയഭാരവുമായി അവര് ഈശോയെ കാണുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം അത്രയും പടയാളികളുടെ ഇടയിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് കരയുകയല്ലാതെ ഒന്നുമില്ല. പക്ഷെ അവരുടെ കണ്ണുനീരിനോട് കർത്താവ് കരുണ കാണിക്കുകയാണ്. പക്ഷെ അവരെ ആശ്വസിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ഭീകരമായ അവസ്ഥയെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആവാനാ പറയുന്നത്. നമ്മള് ഈശോയുടെ സ്നേഹത്തിലോ വിശ്വാസത്തിലൊക്കെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നുള്ള സഹനം ആയിരിക്കില്ല നാളെ ഉണ്ടാവുന്നത്. കുറച്ചുകൂടി ഗ്രേസ് കൂടാനും അതുപോലെ അതിന്റെ അളവും അതിന്റെ സമയപരിധിയും ഒക്കെ കുറച്ചുകൂടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മള് എന്തായിരിക്കണം എന്നുള്ളത് ഈശോ അവരോട് ആ കണ്ണുനീരിനോട് കൊടുക്കുന്നത് ഒരു പ്രവചനം അവരുടെ ആശ്വാസത്തിന്റെ പ്രവചനമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും അവിടെ ദൈവത്തിന്റെ സ്വാധീനം, ആ അനുകമ്പയുടെ നോട്ടം നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു പ്രത്യേകമായ ദൈവിക ഇടപെടലുകളുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മളെ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് മാത്രമാണ് ഓരോ സ്റ്റെപ്പും ഓരോ ദിനരാത്രങ്ങളും കടന്നു പോകാനിടയായിട്ടുള്ളത്. ഈ ഒരു അവസ്ഥ ജെറുസലേം പുത്രികൾക്കുണ്ടായ ഓരോ അവസ്ഥ തന്നെയാണ് ഓരോ വിശ്വാസികൾക്കും ദൈവം പ്രദാനം ചെയ്യുന്നത്. വിശ്വാസത്തോടുകൂടെ ദൈവത്തെ സ്വാധീനിക്കുവാനും പ്രത്യാശയോടുകൂടെ ജീവിത മേഖലകളുടെ സ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കപ്പെടുവാനും ഈശോയുടെ സാന്നിധ്യം മാത്രമേ നമ്മളെ ശക്തിപ്പെടുത്തൂ. ആ തിരിച്ചറിവോടുകൂടെ പ്രാർത്ഥിക്കും. ജയന്തി ജയന്തി ഞാൻ ചെല്ലി സിസ്റ്ററെ. അടുത്ത് ചെല്ലിക്കും. രണ്ടെണ്ണം വെച്ച് ആണോ? 8-ാം സ്ഥലം. ഒരു മിനിറ്റ്. ഓസ്ലേം തെരുവുകൾ 8-ാം സ്ഥലം. ശബ്ദമായി ഈശോ മിശിഹ ഓസ്ലേ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ ആരാധിക്കുന്നു. കൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ഓസ്ലത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്തിൻ കൊമ്പുകളും ജയ്വിളികളും. അവർ കണ്ണുനീർ വാർത്തു കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓസ്ലേം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ.
ഈശോ 9ാം സ്റ്റേഷനിൽ ഈശോ വലിയ വേദനയോടുകൂടെ തന്നെ വീഴുന്ന സമയം തന്നെയാണ്. ഉദയമാടി ഈശോയുടെ ആ മുറിവുകളോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച സമയങ്ങളാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം ഫീൽ ചെയ്യില്ല. അതായത് നമ്മളുടെ അനുഗ്രഹങ്ങള് നമുക്ക് വെറുതെ കിട്ടിയതല്ല, ദൈവം ഒരുപാട് വില കൊടുത്ത് നേടി തന്നതാ. നമ്മുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ടവരായി ജീവിക്കാനുള്ള ഒരു അവകാശം മാത്രമേ നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളൂ. നമ്മൾ എന്ത് നന്മയാണ് ഈ ഭൂമിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്? ഓരോ നന്മയും നമ്മൾ നന്മയാണെന്ന് കരുതുന്നതെല്ലാം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ കുറെയൊക്കെ നമ്മുടെ സ്വാർത്ഥതയുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നേടിയതാണെന്നുള്ളൊരു ചിന്തയുണ്ടാവും. കുറെ നമ്മൾ പ്രവർത്തിച്ച് നേടിയതാണെന്നൊന്നുമല്ല. ഇതിന്റെ കാരണയാണ് നമ്മൾ ഓരോ സമയം ശ്വസിക്കുന്നത്. നമുക്ക് ഓരോ പ്രഭാതവും ദൈവം അനുവദിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തമായ സ്നേഹമാണ്. ഈ ലോകത്തില് ഏറ്റവും വലിയ മാരകമായ പാപം വരുത്തിവെക്കുന്നതിന്റെ കാരണം മനുഷ്യര് വെറുതെ ഈ ഭൂമിയിൽ ജനിച്ചല്ല, സ്രഷ്ടാവിന്റെ കരുണയാണെന്ന് തിരിച്ചറിയുന്നില്ല. അതുമൂലം ദൈവം ഉണ്ടെന്നുള്ള, ദൈവം എല്ലാം എന്നെ കാണുന്നു, അല്ലെങ്കിൽ ദൈവം എന്നെ നോക്കുന്നു, ദൈവം എന്നെ സഹായിക്കുമ്പോൾ ദൈവത്തോട് കാണിക്കുന്ന പ്രത്യുത്തരം നിഷേധാത്മകവും നിന്ദ്യവുമാണെങ്കിൽ ആ ദൈവം നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും മക്കൾ തന്നെയല്ല, നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നിരന്തരം നമ്മൾ അപമാനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സമയങ്ങളെല്ലാം സ്വീകരിക്കുന്ന വേദന അത് വലുതായിരിക്കും. സ്നേഹിക്കുന്നവരിൽ നിന്നും കിട്ടുന്ന വേദന അത് വലിയ മുറിവുകളായിട്ട് മാറും. അങ്ങനെ പണത്തിന്റെ സ്വാധീനം, സൗന്ദര്യത്തിന്റെ സ്വാധീനം, പാരമ്പര്യങ്ങളുടെ അങ്ങനെയുള്ള പല പല മാനുഷികമായ ബുദ്ധിയിൽ നിന്ന് വരുന്ന സ്വാധീനങ്ങൾ മൂലം ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം ആത്മാവ് സ്വന്തം ശക്തിയിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെയൊക്കെ ജീവിച്ച് കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവനവന്റെ ആത്മാവിനെ മാരകമായ പാപകടങ്ങളാണ് കരുതി വെക്കുന്നത്. അവിടെ എല്ലാം ദൈവമേ ആത്മകമൂലവും അന്ധതയിലും സ്വന്തം സ്വാർത്ഥതയിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പാപകടങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് വായിക്കാം. മേരി ഫിലിപ്പ്. 9ാം സ്ഥലം ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാനെന്ന് ശാമുവേലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാര നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങയെ ഓർത്തു സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10ാം സ്ഥലത്ത് വെച്ച ഈശോയുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും ആ വേദനയോടും മുറിവുകളോടും രക്തത്തോടും കൂടെ തന്നെ ശരീരത്തിൽ നിന്നും
തിരുവസ്ത്രം ഉരിഞ്ഞു മാറ്റുകയാണ്. നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുമ്പോൾ നമുക്കറിയാം പല നമ്മള് സാധാരണ മനുഷ്യരോട് പറയാറുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ബോധപൂർവം നമ്മൾ വെറുതുപേക്ഷിക്കണമെന്ന്. ഈശോ അതിനുവേണ്ടി സഹിച്ചത് ഈ ലോകത്തിന്റെ മുമ്പിൽ സ്വയം നഗ്നനായും പരിശുദ്ധമായ മാരകമായ മുറിവുകളോടും കൂടെ നിന്നുകൊണ്ടാണ് ആ മേഖലകളൊക്കെ പരിഹാരം ചെയ്തത്. ശരീരത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഈശോ പരിശുദ്ധമായ ശരീരത്തിൽ പരിഹരിക്കപ്പെട്ടുവെങ്കിൽ ആ പരിഹാരം നിസ്സാരമായ ഒരു പരിഹാരത്തിൽ നമുക്കറിയാം ഒരു എമൗണ്ട് നമ്മൾ ഒരാളോട് വാങ്ങിച്ചെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പെനാൾട്ടി ആയിട്ട് ഒരു ബാങ്കിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് പരിഹരിക്കപ്പെടുവാനായിട്ട് അതിന്റെ ഒരു പെനാൾട്ടി ആയിട്ട് നമ്മൾ ഒരു ചെറിയ എക്സ്ട്രാ എമൗണ്ട് കൂടി കൊടുക്കണം, പലിശ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നാളുകൾ കൂടുന്ന അനുസരിച്ച് പെനാൾട്ടി അല്ലെങ്കിൽ പലിശ പിഴയൊക്കെ നമുക്ക് കൂടുതൽ അടക്കേണ്ടി വരും. അങ്ങനെ വർഷങ്ങളോളം കെട്ടിക്കിടക്കുന്ന പാപകടങ്ങളുടെ ഭാണ്ഡം ഈശോ തന്റെ ശരീരത്തിൽ ഈ ഒരൊറ്റ മനുഷ്യന്റെ ശരീരത്തില് അത് പൂർത്തീകരിക്കപ്പെടുക അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടുക മനുഷ്യന് അത് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വലുതാണ്. അത്രമാത്രം വലുതായ പാപ പരിഹാരമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോ ആ ശരീരത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള മ്ലേച്ഛതകളുടെ, ദുരാസക്തികളുടെ, ഭോഗാസക്തികളുടെ, അതുപോലെ സാമ്പത്തികമായ സ്വാധീനങ്ങളുടെ, സ്വാർത്ഥതകളുടെയും മേഖലകളിൽ കൊന്നതും കൊലപാതകം ചെയ്തതും കപട ചെയ്തതും എല്ലാം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പാപ മേഖലകളാണ്. ഇതെല്ലാം ദൈവം തന്റെ ശരീരം ഈ ലോകത്തിന്റെ കഠിന ഹൃദയങ്ങൾക്ക് വിട്ടുകൊടുത്തത് പരിഹരിക്കപ്പെടുത്തുവാൻ, അത് പൂർണ്ണമായും അതിൽ നിന്ന് വിടുവിക്കുവാൻ, മനുഷ്യരുടെ ആത്മാവിനെ വിടുവിക്കുവാൻ ഈശോ നൽകിയത് ഈശോയുടെ പാവനവും പരിശുദ്ധവും മഹത്വമുള്ള ശരീരമാണ് പ്രദാനം ചെയ്തത്. നമുക്ക് വേണ്ടി സൗജന്യമായി ദാനം ചെയ്തത്. സൗജന്യമായി നമുക്കൊന്നും അത് നമ്മുടെ ബുദ്ധിയിൽ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത വിധമുള്ള ഒരു പരിഹാരമാണ് ദൈവം ചെയ്തത്. ആ മേഖലയിൽ ഇന്നും തിരിച്ചറിവില്ലാതെ ശരീരത്തിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങള്, ഹൃദയത്തിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങള്, പഞ്ചേന്ദ്രിയങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങള് ഒക്കെ ഇന്നും എന്നിട്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളിലും നമ്മുടെ ചുറ്റുമുള്ളവരിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഇന്നും മാത്രം സഹിച്ച് നേടിയെടുക്കപ്പെട്ട ഈ ഒരു അനുഗ്രഹം വീണ്ടും അത് നിലനിർത്തുവാൻ മനുഷ്യർക്ക് സാധിക്കില്ല. മനുഷ്യൻ വീണ്ടും കുളം തേടിയോ അല്ലെങ്കിൽ മോശമായ ജീവിതവും ജീവിച്ചൊക്കെ ആ ഒരു പഴയ അവസ്ഥയിൽ തന്നെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈശോ വീണ്ടും വീണ്ടും നഗ്നനാക്കപ്പെടുന്നുണ്ട്, വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുന്നുണ്ട്. ആ മേഖലകളെല്ലാം ഈശോയുടെ കരുണയിൽ ചേർത്ത് വെച്ച് ഈശോയെ അജ്ഞത, അന്ധത, സ്വാർത്ഥത, സ്വാതന്ത്ര്യമൊക്കെ മൂലം അനുഭവിക്കുന്ന പാപകടങ്ങളുടെ ഭീകരതയുടെ ആ അവകാശം ഞങ്ങൾക്ക് നേടിത്തരുന്ന ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ, ഞങ്ങൾക്ക് വെറുത്തുപേക്ഷിക്കുവാൻ, ഞങ്ങൾ ആ പാപകടങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഞങ്ങളുടെ ജീവിതങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഈശോയെ അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ വേദനകളുടെയും യോഗ്യതയാല് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അതാർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അനർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുള്ള വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 11 സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ കരങ്ങളില് മാരകമായ മുറിവുകളോടുകൂടെ ഈശോയുടെ കരങ്ങളിൽ മാരകമായ ആണികളാൽ തറക്കപ്പെടുന്ന സമയം ഈശോയുടെ കരുണയിലേക്ക് ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും. അതായത് ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകരുത്. ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ചില മേഖലകളില് നമ്മൾ ഇതുപോലെ തറക്കപ്പെടുന്നുണ്ട്. ചില സമയങ്ങളില് മറ്റുള്ളവരുടെ അപമാനങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും മുമ്പിലൊക്കെ നിഷ്കളങ്കതയിലും സഹായതയിലും ഒക്കെ പലപ്പോഴും നമുക്ക് ഈശോയുടെ ഈ ആണികളാൽ തറക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കണം, ഈശോയുടെ ഈ വേദനയോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച സാധനങ്ങളെല്ലാം വളരെ നിസ്സാരമാണ്. ഈശോയുടെ പരിശുദ്ധമായ സഹനങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മാത്രമേ ഈശോ അനുഭവിച്ച പരിശുദ്ധമായ ശരീരം എത്ര വലുതായിരുന്നു. അതായത് പച്ച മാംസത്തിലേക്ക് മാരകമായ ഇരുമ്പാണി, അത് ചെറിയ ആണിയൊന്നുമല്ല. ഒരു മനുഷ്യൻ ആണികളില് തറഞ്ഞു കിടക്കപ്പെടണമെങ്കിൽ ആ ആണി അത്ര വലുതായിരിക്കണം. ഈ ശരീരം ഇത്രയും 33 വയസ്സുള്ള ഒരു മനുഷ്യൻ 3 ആണികളിൽ ഒരിക്കലും അവിടെ നിൽക്കില്ല. അപ്പോ അത്രമാത്രം വലിയ ആണികളും വലിയ വേദനയിൽ കൂടി കടന്നു പോകണം. ഈശോയുടെ ആ പരിശുദ്ധമായ മുറിവോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആ കരുണയുടെയും കൃപയുടെയും സ്നേഹം തന്നെ ആയ കരങ്ങളെ മാരകമായ വേദനയ്ക്കിടയാക്കിയിട്ടുള്ള എന്റെ സ്വാർത്ഥതയും നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഏത് തരത്തിലൊക്കെയാണ് അപമാനിക്കപ്പെടുവാനിടയാക്കിയത് അവിടെ എല്ലാം അങ്ങയുടെ കുരിശോട് ചേർത്ത് വെച്ച് ഞങ്ങളെയും പല പ്രാവശ്യം തറക്കപ്പെടുന്ന അനുഭവങ്ങളിൽ പോകുമ്പോൾ അതെന്റെ അവകാശമായിരുന്നു, ഞാൻ അങ്ങനെ തറക്കപ്പെടേണ്ടതായിരുന്നു എന്നുള്ള ബോധത്തോടെ ആ സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഓമന 11 സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറക്കപ്പെടുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാലെങ്കിലും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനെ ലോകം അങ്ങയെ ദേഷിച്ചു. യജമാനേക്കാൾ വലിയ വൃദ്ധനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടി കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞവരെ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുകൊള്ളണമേ. 11 സ്ഥലത്ത് വെച്ച് ഈശോ 12 സ്ഥലത്ത് വെച്ച് ഈശോ മാരകമായ മുറിവുകളോടുകൂടി മരണത്തിന് കീഴടങ്ങുകയാണ്. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഈശോ പരിശുദ്ധമായ മരണത്തിന്റെ മുമ്പില് നിശബ്ദം സ്വീകരിച്ച സഹനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ മരണത്തിന്റെ മുമ്പില് ലോകം നടുങ്ങി വിറച്ചു. ഈശോ ആ സമയങ്ങളില് പ്രപഞ്ചം പോലും സാക്ഷിയായി, ആ മൂകസാക്ഷി ആയ അവസ്ഥകളില് പ്രപഞ്ചം നടുങ്ങി വിറക്കുകയും പാതാളങ്ങള്
ഇളകി മറിയുകയും ഭൂമി ഇളകുകയും പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ദേവാലയത്തിന്റെ തിരശ്ശീല ഒരിക്കലും കീറാത്തതാണ്. ഒരിക്കലും കീറില്ല എന്ന് വിചാരിച്ച ചിന്തകളെ ദൈവം അവിടെ അട്ടിമറിച്ചുകൊണ്ട് തിരശ്ശീല നടുവേ കീറിപ്പോയി. എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ആദ്യം നടത്തിയ അനുഗ്രഹങ്ങളുടെ, അടയാളങ്ങളുടെ, അനുഭവങ്ങളുടെ മുമ്പില്, മനുഷ്യരുടെ മുമ്പിലാണ് ഇതെല്ലാം സംഭവിച്ചത്. എല്ലാ മനുഷ്യരുടെ കണ്ണുകൾ തുറക്കുവാനും ഹൃദയങ്ങൾ തുറക്കുവാനും ജീവിതങ്ങൾ മാറ്റപ്പെടുവാനും മാനസാന്തരത്തിലേക്ക് എത്തപ്പെടുവാനും ഈ ലോകത്തില് ആദ്യം പ്രകൃതി തന്നെയാണ് അതിസാക്ഷ്യമായിട്ട് നിന്നത്. ഈശോയുടെ ഓരോ മുറിവുകളുടെ മുമ്പിലും സ്വർഗവും പ്രപഞ്ചവും വലിയ വേദനയോടുകൂടെയാണ് കടന്നത്. പക്ഷെ ഈ പ്രപഞ്ചത്തിലും ആയിരുന്ന ഓരോ മനുഷ്യര്, ഈ പ്രപഞ്ചത്തിന്റെ മുമ്പില് മനുഷ്യൻ എത്ര കീടങ്ങളെ പോലെയാണ്, എത്ര നിസ്സാരരാണ് മനുഷ്യർ. പക്ഷെ മനുഷ്യരുടെ കരങ്ങളുടെ അധീനതയില് ദൈവം എല്ലാം നിലനിർത്തിയിരുന്നു. ഈശോയുടെ പരിശുദ്ധമായ ആ അനുഗ്രഹം തിരിച്ചറിയാത്ത അവസ്ഥ, ഈശോയുടെ മരണം എന്താണെന്ന് അറിയാത്ത അവസ്ഥ, ഈശോ മരിച്ച സമയം ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ മുറിവുകളോടുകൂടെ ആയിരിക്കുമ്പോഴും എത്രയോ കാര്യങ്ങളാണ് ഈശോ മനുഷ്യർക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മയെ നൽകുന്നു. ഈശോ കുരിശിൽ കിടക്കുന്നുകൊണ്ട് അന്ധതയിലും അജ്ഞതയിലും ജീവിച്ച മനുഷ്യർക്ക് വേണ്ടി കരുണയായിച്ച് ക്ഷമ ചോദിച്ചാണ് ഈശോ കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ മുമ്പില് ഉള്ള ബലഹീനതകളെ ഈശോ ബോധപൂർവം മനസ്സിലാക്കിക്കൊണ്ട് പിതാവിനോട് പറയുന്നു, പിതാവേ, ഇവര് ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. അപ്പൊ എത്രമാത്രം നമുക്ക് വേണ്ടി സഹിച്ചിട്ടും നമുക്ക് വേണ്ടി അപമാനമേറ്റിട്ടും നമ്മളെ എതിർക്കുകയല്ല, നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെയാണ് കുരിശിൽ കിടന്നുകൊണ്ട് ആ വേദനയുടെ ഒരു സംസാരം. നമുക്കറിയാം, തൊണ്ടയിൽ വെള്ളം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയില്ല, ശരീരത്തിൽ രക്തമില്ല, ഒരു ശ്വാസം എടുക്കുവാനുള്ള ശക്തിയില്ല. എന്നിട്ട് പോലും ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നു പിതാവായ ദൈവത്തോട്. ആ മേഖലകളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓമന ബെഞ്ചമിൻ അമ്യൂട്ട് ചെയ്യും. ഓമന ബെഞ്ചമിൻ മ്യൂട്ടാണ്. 12-ാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. തൂങ്ങി മരിക്കുന്നു. ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല കീറിപ്പോയി, ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങയെ പോലെ പ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ ദൈവമേ, മാതാവേ, ക്രൂശിതമായ കർത്താവിന്റെ തിരുമുഖത്ത് ഹൃദയത്തിൽ പരിശുദ്ധമേ, 13 സ്ഥലത്ത് വെച്ച് പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് ഈശോയെ സമർപ്പിക്കുന്ന സമയമാണ്. പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അമ്മയുടെ കരങ്ങളിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ആത്മാവിന്റെ വേദനകളും മുറിവുകളും എല്ലാം ഒരു സ്പോഞ്ചിൽ എന്ന പോലെ ഒപ്പിയെടുക്കുന്ന ഒരമ്മ. ആ ഈശോയുടെ ഹൃദയത്തിൽ എന്തെല്ലാം സംഭവിച്ചോ, ഈശോയുടെ ശരീരത്തിൽ എന്തെല്ലാം സംഭവിച്ചോ, ഈശോയുടെ ആത്മാവിൽ എന്തെല്ലാം സംഭവിച്ചോ, അത് പൂർണ്ണമായും അമ്മ തന്റെ ആത്മാവ് ശരീരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ചു. ആ വേദനയുടെ അനുഗ്രഹ ഫലമായി നമുക്ക് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധ കുർബാനയായി സ്ഥാപിച്ച ഈശോയുടെ പരിശുദ്ധമായ ശരീരം ദൈവമേ ഇന്ന് ഏറ്റവും അധികം നിന്ദിക്കപ്പെടുകയും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യവും സ്വാർത്ഥതയും അൽത്താരകളിലും ദേവാലയങ്ങളിലും ഇന്ന് നിലനിൽക്കുമ്പോൾ ഈശോ നേടിയെടുത്ത അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും സത്യങ്ങളുടെയും ഒന്നും കണക്കറിയാതെ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ച് ഒരു ക്രൈസ്തവൻ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കാതെ ജീവിച്ച് ഈ ലോകം വിട്ടു പോകുന്നുണ്ടെങ്കിൽ എത്രമാത്രം അപമാനം വരുത്തി വെച്ചിട്ടാണ് ഈ ലോകം വിട്ടു പോകുന്നത്. മാത്രമല്ല നമുക്കൊരു സ്ഥലം കിട്ടില്ല. ഈ ലോകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ ഈ ലോകം വിട്ട് ആത്മാവ് അലയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് നിത്യസമാധാനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു നിത്യഭവനമുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് മനുഷ്യരെത്താതെ ഈ ലോകം വിട്ടുപോയ എല്ലാ മക്കളുടെയും ജീവിതങ്ങളെ ഓർത്ത് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലില്ലി സെബാസ്റ്റ്യൻ, റമന ബെഞ്ചമിൻ, എൽസി. 13 ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രിയിൽ കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണ്ണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണ്ണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണ്ണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ കാകുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്വർഗസ്നായുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതന്ന് വേണ്ടി തെറ്റുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങൾ രക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളൂ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധനായ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 14 സ്ഥലത്ത് വെച്ച് തന്റെ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ആത്മാവും ശരീരവും ഒരു നാള് കല്ലറയിൽ സംസ്കരിക്കപ്പെടും. ഇവിടെ ഈശോ തന്റെ ദൈവീക പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ ലോകം വിട്ടു പോയത്, ഈ ലോകത്ത് സംസ്കരിക്കപ്പെട്ടത്. നാളെ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതം എന്തെല്ലാം കാര്യങ്ങൾ പൂർത്തീകരിച്ചു. നമ്മുടെ പല സ്വപ്നങ്ങൾ പോലും പൂർത്തീകരിക്കുന്നില്ല. ദൈവഹിതം നമ്മള് ആ വശത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അത്രയും അറിവില്ല. നമ്മുടെ അധ്വാനങ്ങൾ മൂലം നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ ജീവിത മേഖലകളിലുള്ള ഓരോ കാര്യങ്ങളിൽ പോലും നമുക്ക് പൂർത്തീകരിക്കപ്പെടാതെ പെൻഡിങ് കിടക്കുന്ന ഒരുപാട് മേഖലകൾ, ആത്മീയ അവസ്ഥയുടെ ദുരിത മേഖലകള്, ഭൗതിക മേഖലകള്, സാമ്പത്തിക മേഖലകള്,
ആത്മീയ മേഖലകൾ, എല്ലാ മേഖലകളിലും പെൻഡിങ് ആണ്. നമ്മൾ എങ്ങനെ സ്വസ്ഥമായിട്ട് മരിക്കും? നമുക്ക് മരിക്കാനുള്ള സമയങ്ങളിൽ നമുക്ക് സ്വസ്ഥത കിട്ടാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഈ പെൻഡിങ് ആണ്. നമ്മുടെ അധ്വാനങ്ങളെല്ലാം കുറേ അധികം പെൻഡിങ് ആണ്. ഇവിടെ ഈശോ എല്ലാം പൂർത്തീകരിച്ചു എന്നിട്ടാണ് ഈശോ സ്വസ്ഥമായി ദൈവകരങ്ങളിലേക്ക് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തല ചായ്ച്ച് മരണത്തിലേക്ക് പോകുന്നത്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവിന് സ്വസ്ഥതയും സമാധാനത്തോടു കൂടെ മരിക്കുവാനുള്ള അനുഗ്രഹം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ഞങ്ങൾ സമ്പാദിച്ചതും സൂക്ഷിച്ചതും ഒന്നും ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാല് ദൈവമേ അവിടുത്തെ ആഗ്രഹങ്ങളും അവിടുത്തെ പദ്ധതികളും ഞങ്ങളുടെ ജീവിതത്തെ പൂർത്തീകരിക്കണം എന്നുള്ള നിർബന്ധമാണ്. കാരണം അതിനുള്ള കഴിവും കൃപയും തന്നിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. ഒന്നും തരാതെ അത് പ്രവർത്തിക്ക്, അത് പൂർത്തീകരിക്കുന്നൊന്നും ദൈവം ആഗ്രഹിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, ആവശ്യപ്പെടുന്നു. അപ്പൊ ആ മേഖലകളിലൊക്കെ വന്നു പോകുന്ന വീഴ്ചകള് നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിധം കടങ്ങൾ വരുത്തി വെച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കാൻ, ആരുമില്ലാത്ത എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് ഈ ലോകത്തിലേക്ക് ദൈവം ജനിക്കുവാൻ അനുവദിച്ചിട്ടും ജനനം വഴി തന്നെ കൊല ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളായ ഭ്രൂണഹത്യയിൽ കൂടി മരണപ്പെട്ടു പോയ എല്ലാ ജാതി ശിശുക്കളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പലവിധ ദുരൂഹതയിലും ദുരന്ത ഭൂമിയിലും കടൽ ആകാശ എന്നീ മേഖലകളില് അപകടകരമായ മരണം നേരിടേണ്ടി വന്ന എല്ലാ മക്കളുടെയും ആത്മാക്കളുടെ മേല് ഇന്നുവരെ മരണപ്പെട്ടു പോയി എന്ന് തിരിച്ചു പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ ഈ ലോകത്തില് ഇനിയും കാത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ജീവനോടെ ഇരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട്. പക്ഷെ അവർ മരിച്ചിട്ടുണ്ടാകും. എങ്കിലും അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, ആത്മാക്കളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൽസി. 14 സ്ഥലം. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റംസാക്കാരനായ യൂസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കാദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്തൊരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബതം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടെ മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിക്കണമേ. സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും വേദനകളിലും ഈശോയുടെ പരിശുദ്ധമ്മയുടെ മടിയിലേക്ക് സമർപ്പിച്ച് ദൈവകരങ്ങളുടെ അനുഗ്രഹത്തിന്റെ യുവതിയിലേക്ക് സമർപ്പിച്ച് സമാപന പ്രാർത്ഥന. ഇതിവനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കാൻ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുകുമാരൻ കാവത്തായ ചിന്തിയ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരഞ്ഞെടുപ്പത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പാപരിഹാര ബലിയെയും ഗൗനിക്കേണ്ടത്. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണികളാൽ തറക്കപ്പെടുകയും ഇന്ന് താഴ്ത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പിഴകൾ ധാരാളം മതിയല്ലോ.
തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീകർത്താവ് സ്ത്രീകളും ഫലമായ ഈശോയും ദൈവത്തിനും പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവരും ഉപരിയായി സ്നേഹിക്കപ്പെടുന്നയോഗ്യമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തെ നർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ പരിശുദ്ധമാണ് ഞാൻ സന്നദ്ധയായിരിക്കുന്നത്. ആമേൻ. കുരിശിന്റെ വഴി പ്രാർത്ഥനയുടെ ദണ്ഡമോചന പ്രാർത്ഥന. ഈശോയെ പരിശുദ്ധ അമ്മയുടെ നിയമങ്ങൾക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും ഞങ്ങളുടെ നിയമത്തിനു വേണ്ടിയും കുരിശിന്റെ വഴി പ്രാർത്ഥന നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, വ്യാകുല മാതാവേ, അങ്ങയോട് ഒരുമിച്ച് കുരിശിന്റെ വഴി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അതിന് മോചനം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ.